ഹലോ ഓൾ ആൻഡ് വെൽക്കം ടു ദി ലിറ്ററേച്ചർ സ്റ്റുഡൻറ്റ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കടമ്മനിട്ട രാമകൃഷ്ണൻ്റെ ശാന്ത. സോ കടമ്മനിട്ട രാമകൃഷ്ണൻ ജനിച്ചത് കടമ്മനിട്ടയിലാണ്, പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലാണ്. അദ്ദേഹത്തിൻ്റെ മേജർ കളക്ഷൻസ് ഓഫ് പോംസ് എന്ന് പറയുമ്പോൾ കവിത, കടമ്മനിട്ടയുടെ കവിതകൾ, മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു, അതുപോലെ അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡും ആശാൻ പ്രൈസും കിട്ടിയിട്ടുണ്ട്. സോ ശാന്ത എന്ന് പറഞ്ഞ പോം ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തത് 1976 അതിനുശേഷം കടമ്മനിട്ടയുടെ 1983 കളക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു പോം എഴുതിയിട്ടുള്ളത് ഇന്ത്യൻ എമർജൻസിയുടെ ആ ഒരു ബാക്ക്ഡ്രോപ്പിലാണ് എഴുതിയിട്ടുള്ളത്. ഇന്ത്യൻ എമർജൻസി പീരീഡ് എന്ന് പറഞ്ഞാൽ 1975 മുതൽ 1977 വരെയാണ്. ഇന്ദിരാഗാന്ധിയുടെ ആ ഒരു ടൈമിലുണ്ടായിരുന്ന ആ ഒരു എമർജൻസി പീരീഡാണത്. സോ ഈ ഒരു പോം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ സ്പീക്കറും ശാന്തയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് അറിയാൻ പറ്റും. ആൻഡ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വൈഫായിട്ടുള്ള ശാന്തയെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് പോം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ശാന്ത എന്ന് പറഞ്ഞ വുമൺ സിംബലൈസ് ചെയ്യുന്നത് ബ്യൂട്ടിയെയും സ്ട്രെങ്തിനെയും അതുപോലെ എൻഡ്യൂറൻസിനെയൊക്കെയാണ് സിംബലൈസ് ചെയ്യുന്നത്. ദി സ്പീക്കേഴ്സ് ലോങ്ങിങ് ആൻഡ് അഡ്മിറേഷൻ. സോ ഈ ഒരു പോം ബിഗിൻ ചെയ്യുമ്പോൾ തന്നെ ശാന്തയോടുള്ള ആ ഒരു പ്രൊഫൗണ്ട് ലോങ്ങിങ് അറിയാൻ പറ്റും. അതുപോലെ ശാന്ത ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, വീട്ടിലെ ജോലിയെല്ലാം തീർത്തിട്ട് എൻ്റെ അടുത്ത് വന്നിരിക്കൂ എന്ന് പറയും. സോ ആ ഒരു സംഭവം എന്ന് പറയുന്നത് ഫിസിക്കൽ പ്രസൻസ് മാത്രമല്ല കാണിക്കുന്നത്, അവർ ഷെയർ ചെയ്യുന്ന ആ ഒരു ഇമോഷണൽ അതുപോലെ സ്പിരിച്വൽ കണക്ഷനും കൂടെയാണ് പറയുന്നത്. ശാന്തയോടുള്ള ആ ഒരു സ്പീക്കറിൻ്റെ അഡ്മിറേഷൻ നമുക്ക് കാണാൻ പറ്റുന്നത് ആ ശാന്തയുടെ ആ ഒരു ബ്യൂട്ടിയും ഗ്രേസിൻ്റെ അകത്ത് നിന്നും നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹം അത്ര ക്ലിയർ ആയിട്ട് അദ്ദേഹത്തിൻ്റെ പോമിൽ ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ശാന്തയുടെ സ്മോൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഫ്രഷ്ലി കോംഡ് ഹെയർ, അതുപോലെ ലൈൻഡ് ഐസ്, സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ പോമിൽ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ശാന്തയോട് നമ്മുടെ സ്പീക്കറിന് റെസ്പെക്റ്റും ഉണ്ട്. കാരണം ശാന്ത എന്തൊക്കെ ഹാർഡ്ഷിപ്സാണ് ശാന്തയുടെ ലൈഫിൽ ഫേസ് ചെയ്യുന്നത് എന്ന് നമ്മുടെ പോയിറ്റ് പറയുന്നുണ്ട്. സോ എത്രത്തോളം ശാന്ത ആ വീട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നത് കാണിക്കുന്നുണ്ട്. അതുപോലെ ശാന്ത ഒരു ഫെമിനിൻ ഐഡിയലായിട്ട് കാണിക്കുന്നുണ്ട്. സോ ഒട്ടും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്ഥലത്തല്ല ശാന്ത ജീവിക്കുന്നത്, അല്ലെങ്കിൽ അത്രയും ഹാർഡ്ഷിപ്പ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ശാന്തയുടെ ആ ഒരു സ്ട്രെങ്തും ഗ്രേസും ബ്യൂട്ടിയും ഒക്കെ തന്നെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. ഡെപ്പിക്ഷൻസ് ഓഫ് ഹാർഡ്ഷിപ്പ് ആൻഡ് സഫറിങ്. സോ ഒരു എക്സ്ട്രീം ഹാർഡ്ഷിപ്പിൻ്റെ ഒരു ബാക്ക്ഡ്രോപ്പിലാണ് ഈ ഒരു പോം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡ്രോട്ട്, അതുപോലെ ഡ്രൈ വെൽസ്, ബാരൻ ഫീൽഡ്സ്, ഇങ്ങനത്തെ ഇമേജസൊക്കെയാണ് അവിടെ കാണിക്കുന്നത്. അതുപോലെ ശാന്തയുടെ ഫിസിക്കൽ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. സ്മോക്ക് ഡൾഡ് ഐസ്, സ്വെറ്റ് സോക്ക് ബോഡി, സ്കെയർഡ് ഹാൻഡ്സ്. സോ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ശാന്ത എത്രത്തോളം കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത്. ആൻഡ് ഈ ഒരു സഫറിങ് എന്ന് പറയുന്നത് ശാന്തയ്ക്ക് മാത്രമല്ല, ആ ഒരു എൻ്റയർ കമ്മ്യൂണിറ്റി ഇതുപോലെ സഫർ ചെയ്യുകയാണെന്നാണ് നമ്മുടെ പോയിറ്റ് പറയുന്നത്. അതുപോലെ ആ ഒരു സഫറിങ് കാരണം ഉണ്ടാകുന്ന ഒരു ഹോപ്പ്ലെസ്നെസ്സും ഡെസ്പെയറും പറയുന്നുണ്ട്. പിന്നെ ഒരു ഫെറിമാൻ്റെ കാര്യം പറയുന്നുണ്ട്. കാരണം അവിടെ ആ നദി കംപ്ലീറ്റ് വറ്റിപ്പോയതുകൊണ്ട് തന്നെ ഫെറിമാൻ അവിടെ ജോലിയൊന്നുമില്ല എന്ന കാര്യം പറയുന്നുണ്ട്. സോ ഇത്രയും കഷ്ടപ്പാടാണെങ്കിലും ശാന്തയുടെ ജോലി കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ഗ്രേസോടും ഡിഗ്നിറ്റിയോട് കൂടിയും ചെയ്യുന്നുണ്ട്. സോ അതുപോലെ ഇത്രയും സഫറിങ്ങിൻ്റെ ഇടയിലും മൊമെൻറ്റ്സ് ഓഫ് ജോയും കണക്ഷനും കണ്ടുപിടിക്കാനാണ് ശാന്ത ശ്രമിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ നേച്ചറിൻ്റെ റോളിനെ പറ്റി പറയുന്നുണ്ട്. നേച്ചർ സെർവിങ് ബോത്ത് ആസ് റിഫ്ലക്ഷൻ ഓഫ് ദി ക്യാരക്ടർ സ്ട്രഗിൾസ് ആൻഡ് എ സിംബൽ ഓഫ് ട്രാൻസെൻഡൻസ് ആൻഡ് റിന്യൂവൽ. ഈ നേച്ചർ റിന്യൂവലിൻ്റെയും അതുപോലെ ട്രാൻസെൻഡൻസിൻ്റെയും സിംബലായിട്ട് വരുന്നുണ്ട്. സോ അത്രയും ഒരു നെഗറ്റീവ് കണ്ടീഷൻസ്, ഡ്രൈ വെൽസ്, വിതറിങ് ക്രോപ്സ്, അത്രയും ഡെസലേറ്റ് ആയിട്ടുള്ള സീൻസ് ഉണ്ടെങ്കിൽ പോലും പണ്ട് കാലത്തെ ആ ഒരു ഗ്രാമം എങ്ങനെയായിരുന്നു അതിൻ്റെ മെമ്മറീസും അതിൽ പറയുന്നുണ്ട്. ബ്ലൂമിങ് ഓഫ് കാന്താരി ഫ്ലവേഴ്സ്, അതുപോലെ ഡീർ വിത്ത് ക്രെസൻ ആൻറ്റ്ലേഴ്സ്, പ്ലേഫുൾ ബേബി ഗോഡ്സ്. സോ ഇതെന്നൊക്കെ പറയുന്നത് ആ ഒരു വില്ലേജ് അബണ്ടൻ്റ് ആയിട്ട് നിന്ന ആ ഒരു ടൈമിലെ കാര്യങ്ങളാണ് പറയുന്നത്. സോ മെമ്മറിയും പറയുന്നുണ്ട്, അതുപോലെ ഒരു പ്രസൻറ്റ് കണ്ടീഷനും പറയുന്നുണ്ട്. സോ ഈ മെമ്മറീസ് എന്ന് പറയുന്നത് നമ്മുടെ സ്പീക്കറിന് ഒരു ഫോം ഓഫ് എസ്കേപ്പിസം ആണെന്നാണ് പറയുന്നത്. ആ ഒരു ഹാർഷ് റിയാലിറ്റീസിൽ നിന്നുള്ളൊരു എസ്കേപ്പിസമാണ്, ഒരു മൊമെൻ്ററി എസ്കേപ്പിസം, ആ ഒരു മൊമെൻറ്റിലേക്ക് വേണ്ടിയുള്ള ഒരു എസ്കേപ്പിസമാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ ലൈഫിൻ്റെ ആ ഒരു സൈക്ലിക്കൽ നേച്ചർ കാണിക്കുന്നുണ്ട്. സീസൺസ് ചേഞ്ച് ആവുന്നുണ്ട്, അതുപോലെ തന്നെ ക്യാരക്ടേഴ്സും ചേഞ്ച് ആവുന്നുണ്ട്. സോ അതുപോലെ സ്പീക്കറിനൊരു ഹോപ്പുണ്ട്, നേച്ചറിന് സ്വന്തമായി റിന്യൂ ചെയ്യാനുള്ളൊരു പവറുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കും ആ ഒരു റിന്യൂവൽ അല്ലെങ്കിൽ റീബർത്ത് ഉണ്ടാകും എന്ന് നമ്മുടെ പോയിറ്റ് ചിന്തിക്കുന്നുണ്ട്.
പിന്നെ സൈലൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പറയുന്നുണ്ട്. സൈലൻസ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മോട്ടീവാണ് പോമിൽ. കാരണം ഈ ആൾക്കാർ ഇത്രയും സഫറിങ് ഫേസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരുടെ ഇടയിൽ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷനോ കണക്ഷനോ ഒന്നും തന്നെ ഇല്ല. സോ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നത് നല്ലൊരു കാര്യമാണെന്നാണ് നമ്മുടെ സ്പീക്കർ പറയുന്നത്. സ്പീക്കർ നമ്മുടെ ശാന്തയോട് തന്നെ ആ ഒരു സൈലൻസ് ബ്രേക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. കാരണം ആ ശാന്തയുടെ തോട്ട്സും ഫീലിങ്സും ഒക്കെ നമ്മുടെ സ്പീക്കറുമായിട്ട് ഷെയർ ചെയ്യാനാണ് പറയുന്നത്. സോ ഈ ബ്രേക്കിംഗ് ഓഫ് സൈലൻസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വെർബൽ കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല, ഇമോഷണലി അതുപോലെ സ്പിരിച്വലി ഒക്കെ ഓപ്പൺ അപ്പ് ചെയ്യാനാണ് നമ്മുടെ സ്പീക്കർ പറയുന്നത്. അതുപോലെ ഈ സൈലൻസ് എന്ന് പറയുന്നത് ശാന്തയും സ്പീക്കറും തമ്മിലുള്ളൊരു അൺസ്പോക്കൺ ബോണ്ടും കാണിക്കുന്നുണ്ട്. സോ ആ ഒരു സൈലൻസിൻ്റെ അകത്ത് ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ട്. അതുപോലെ രണ്ടുപേരുടെ സ്ട്രഗിൾസ് തമ്മിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. സോ അതുപോലെ ആ ഒരു ഇൻറ്റിമസിക്ക് വേണ്ടിയുള്ളൊരു പ്ലീയും ആയിട്ട് നമുക്ക് ഈ ഒരു ബ്രേക്കിംഗ് ദ സൈലൻസ് എന്ന് പറഞ്ഞ സംഭവം കണക്കാക്കാൻ പറ്റും. സോ അവിടുത്തെ ഒരു സോഷ്യൽ ആൻഡ് എൻവയോൺമെൻറ്റൽ ക്രിട്ടിക്ക് പറയുന്നുണ്ട്. കാരണം ഈ ഒരു ഡ്രോട്ടും അതുപോലെ സ്കേസിറ്റി എന്നൊക്കെ പറയുന്നത് ഫിസിക്കലി അതുപോലെ മോറൽ ബാരനൊക്കെയാണ് കാണിക്കുന്നത്. അതുപോലെ ഈ ഒരു സോഷ്യൽ ജസ്റ്റിസിൻ്റെ ആ ഒരു ഇഷ്യൂസും പറയുന്നുണ്ട്. മാർജിനലൈസ് കമ്മ്യൂണിറ്റിയുടെ കാര്യം അതിൽ പറയുന്നുണ്ട്. ഈ പറയാസ് എന്ന് പറയുന്ന ഹിസ്റ്ററിക്കലി ഒപ്രസ്ഡ് ഗ്രൂപ്പിൻ്റെ ആ ഒരു കാര്യം പറയുന്നുണ്ട്. പിന്നെ ട്രാൻസെൻഡൻസ് ആൻഡ് ഹോപ്പ്. So the speakers called for Shanta to melt together with him to rise as a rainbow dream or a rain cloud symbolizes the possibility of renewal and rebirth. So ശാന്തയോട് ഇങ്ങനെ കം ലെറ്റ് us melt together എന്നൊക്കെ പറയുന്നുണ്ട്. സോ ഇതെന്ന് പറയുന്നത് എന്നിട്ട് റൈസ് ചെയ്യുന്നത് ഒരു റെയിൻബോ ഡ്രീം അല്ലെങ്കിൽ റെയിൻ ക്ലൗഡ് ആയിട്ടാണ്. സോ ഇത് പറയുന്നത് റിന്യൂവലും അല്ലെങ്കിൽ റീബർത്ത് എന്നതാണ്. സോ ഇവിടെ പറയുന്ന ട്രാൻസെൻഡൻസ് എന്ന് പറയുന്നത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യമല്ല, കളക്റ്റീവായിട്ടുള്ള കാര്യമാണ്. ആൻഡ് അവരുടെ ആ ഒരു കണക്ഷനും ലവും ഒക്കെ കാരണം ആ ഒരു സഫറിങ്ങിനെ എന്തെങ്കിലും ഒരു മീനിങ് ഫുൾ അല്ലെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ ആയ രീതിക്ക് ടേൺ ഔട്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. അതുപോലെ ആ ഒരു റൈസിങ് ഓഫ് റെയിൻബോ അല്ലെങ്കിൽ റെയിൻ ക്ലൗഡ് എന്നതുകൊണ്ട് ആ ഒരു ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ബേർഡൻസിനെ നിന്നും ഒരു ബ്രേക്കായിട്ടും അത് എടുക്കുന്നുണ്ട്. അതുപോലെ കൾച്ചറൽ അതുപോലെ സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. അവിടുത്തെ ആ ഒരു റിച്വൽസും സേക്രഡ് സ്പേസസും ട്രഡീഷണൽ പ്രാക്ടീസസൊക്കെ തന്നെ പറയുന്നുണ്ട്. സോ അതുപോലെ അതിൽ പറയുന്നുണ്ട് ശാന്താസ് അവേക്കനിങ് ഇൻ ദ സേക്രഡ് ഗ്രൂവ് അറ്റ് കടമനിട്ട. സോ അത് കാണിക്കുന്നതും ഈ ഒരു സ്പിരിച്വൽ റീബർത്ത് അല്ലെങ്കിൽ ആ ഒരു റിക്ലെയിമിങ് ഓഫ് ഏജൻസി ആൻഡ് പവറാണ്. സോ ഇത്രയും ഹാർഡ്ഷിപ്പ് ഉള്ള ഒരു സമയമാണെങ്കിൽ പോലും അവിടെ ഒരു കൾച്ചർ ആൻഡ് സ്പിരിച്വൽ ട്രഡീഷൻസ് ഉള്ള ഒരു കാര്യമാണ് പറയുന്നത്. ആൻഡ് അത് ഒരു സോഴ്സ് ഓഫ് കംഫർട്ട് അല്ലെങ്കിൽ എംപവർമെൻറ്റ് അവർക്ക് നൽകും എന്നും പറയുന്നുണ്ട്. സോ ഈ ഒരു പോമിൽ നമുക്ക് കോംപ്ലക്സിറ്റീസ് ഓഫ് ലവ് ഉണ്ട്, ഹാർഡ്ഷിപ്പ്, റെസീലിയൻസ്, ഹോപ്പ് ഇതെല്ലാം ഉണ്ട്. ആൻഡ് the poem speaks to the enduring human spirit, the capacity for renewal and the power of connection in the face of adversity. സോ ഈ പോമിൽ വരുന്ന കുറച്ച് തീംസ് ഇൻറ്റിമസി ഉണ്ട്, കണക്ഷൻ ഉണ്ട്, ഹാർഡ്ഷിപ്പ്, റെസീലിയൻസ്, മെമ്മറി, എസ്കേപ്പിസം, നേച്ചർ, ട്രാൻസെൻഡൻസ്, സൈലൻസ്, എക്സ്പ്രഷൻ, ഹോപ്പ്, അതുപോലെ റിന്യൂവൽ.